പ്രൈസ് ദ ലോർഡ്. വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 41:44 വാക്യം. പിന്നെ ഫറവോൻ ജോസഫിനോട്, ഞാൻ ഫറവോനാകുന്നു, നിന്റെ കൽപ്പന കൂടാതെ മിസ്രൈം ദേശത്ത് എങ്ങും യാതൊരുത്തനും കയ്യോ കാലോ അനക്കുകയില്ല എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഒരു ദൈവഭക്തൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥകൾ മാറുന്നത് നമുക്ക് ജോസഫിൻ്റെ ചരിത്രത്തിലൂടെ പഠിക്കാനും മനസ്സിലാക്കാനും സാധിക്കും. ഇന്ന് പകൽക്കാലവും നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ശ്രേഷ്ഠകരമായി കരുതുന്ന നല്ല ദൈവമത്രേ. അവൻ മാറാത്ത ദൈവമത്രേ. തൻ്റെ ഭക്തനായ ജോസഫിൻ്റെ ജീവിത ചരിത്രത്തിൽ താൻ ഒത്തിരി പ്രതിസന്ധിയിലൂടെ കടന്നുപോയി, താൻ ഒത്തിരി പ്രതികൂലത്തിലൂടെ കടന്നുപോയി. തന്നെ തൻ്റെ സഹോദരന്മാർ ഉപദ്രവിച്ചു, പൊട്ടക്കിണറ്റിലിട്ടു, അടിമയാക്കി വിറ്റു. പോയ വഴികളിൽ താൻ വേദന അനുഭവിക്കേണ്ടി വന്നു. താൻ പൊത്തിഫറിൻ്റെ വീട്ടിൽ പീഡിപ്പിക്കപ്പെട്ടു, കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടു. ഒത്തിരി പ്രതിസന്ധിയുടെ ഒടുവിൽ ഇതാ ദൈവം തന്നെ ആക്കിയിരിക്കുന്ന, ദൈവം തന്നെ വിളിച്ച വിളിയിലേക്ക് ദൈവം അവനെ ഉയർത്തിക്കഴിഞ്ഞപ്പോൾ ഫറവോൻ തൻ്റെ മഹത്വം വിളിച്ചു പറഞ്ഞു, ഞാൻ ഫറവോനാ, എങ്കിലും ഹല്ലേലൂയ, നീ പറഞ്ഞിട്ടല്ലാതെ ഈ ദേശത്ത് യാതൊരുത്തൻ്റെയും കയ്യോ കാലോ അനങ്ങത്തില്ല. അതുപോലൊരു അധികാരത്തിലേക്ക് ദൈവം തൻ്റെ ഭക്തനെ ഉയർത്തി. പ്രിയരെ, ഇന്ന് പകൽക്കാലവും ഒരു ദൈവഭക്തനെ ദൈവം മാനിച്ചാൽ അതിനെ തടയാൻ, അതിനെ കുറച്ച് കളയുവാൻ ആർക്കും പറ്റത്തില്ല. എന്നാൽ ജോസഫിൻ്റെ ചരിത്രം വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മോട് 3 പാഠങ്ങൾ, 3 ഉപദേശങ്ങളും ഹല്ലേലൂയ ദൈവം നമുക്ക് തരുന്നു. ഒന്ന്, ഹല്ലേലൂയ, നീ എല്ലായ്പ്പോഴും യഹോവ ഭക്തിയോടെ ഇരിക്കുക. ഒന്നാമത്തെ കാര്യം ജോസഫ് പഠിപ്പിക്കുന്നത് അതാ. ഒരിക്കലും ജീവിതത്തിൻ്റെ പ്രതിസന്ധിയിലും പ്രതികൂലത്തിലും കർത്താവിനെ തള്ളിപ്പറയരുത്, പ്രമാണം വിട്ടുമാറരുത്. എല്ലായ്പ്പോഴും നീ യഹോവ ഭക്തിയോടെ ഇരിക്കുക. ഒരു പ്രതിഫലം നിനക്കുണ്ടാകും, നിശ്ചയം. എപ്പോഴും യഹോവ ഭക്തിയോടെ കൂടെ ഇരുന്നാൽ നിശ്ചയമായി നിനക്കൊരു പ്രതിഫലമുണ്ട്. താൻ തൻ്റെ സഹോദരന്മാരോട് കയർത്തു പറയുകയോ ഹല്ലേലൂയ തന്നെ അടിമയാക്കിക്കൊണ്ടുപോയ വീട്ടിൽ തന്നെ ഏൽപ്പിച്ച വേല ചെയ്യാതെ ഇരിക്കുകയോ ചെയ്തിട്ടില്ല. തനിക്ക് പ്രലോഭനമുണ്ടായപ്പോഴും തൻ്റെ പ്രമാണത്തെ താൻ മുറുകെ പിടിച്ചു. താൻ മറ്റുള്ളവരോട് പരിതപിക്കാതെ ജീവിതത്തിൽ ദൈവമുമ്പാകെ ഭക്തിയോടുകൂടെ ജീവിച്ചു. പ്രിയരെ, ഇന്ന് പകൽക്കാലവും നിങ്ങൾ എവിടെ ആയിക്കോട്ടെ, ഏത് സ്ഥലത്തായിക്കോട്ടെ, ഏത് ജോലിയിലായിക്കോട്ടെ, ഏത് കുടുംബത്തിലായിക്കോട്ടെ, നിങ്ങളൊരു യഹോവ ഭക്തനായ പുരുഷനാണോ, സ്ത്രീയാണോ, മകനാണോ, മകളാണോ, കർത്താവിൻ്റെ നാമത്തെ ഉയർത്തിയാട്ടെ. നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് യഹോവ ഭക്തിയോടുകൂടി ഇരുന്നാൽ തക്ക സമയത്ത് ദൈവം നിങ്ങളെ ഉയർത്തും, തക്ക സമയത്ത് ദൈവം നിങ്ങളെ മാനിക്കും. അവൻ വിശ്വസ്തനായ ദൈവമത്രേ. നാം മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരല്ലല്ലോ. നമുക്കൊരു പ്രമാണമുണ്ട്, നമുക്ക് ഹല്ലേലൂയ ഒരു കർത്താവുണ്ട്. ഹല്ലേലൂയ, ലോകം നടക്കുന്നത് പോലെ, ലോകം പോകുന്നത് പോലെ നമുക്ക് പോകാൻ പറ്റത്തില്ല. ലോകത്തിൽ പലരും താൻ ബോധിച്ചതുപോലെ നടക്കുമ്പോൾ ഒരു ദൈവ പൈതൽ എല്ലാ കാലത്തും ദൈവത്തെ മുൻനിർത്തി വേണം ജീവിക്കാൻ. ഹല്ലേലൂയ. ജോസഫ് നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ തത്വവും അതാ, എല്ലായ്പ്പോഴും യഹോവ ഭക്തിയോടുകൂടെ ഇരിക്കുക. 2, ജോസഫ് നമ്മെ പഠിപ്പിക്കുന്നു ക്ഷമയോടെ കാത്തിരിക്കുക. നിങ്ങൾക്കൊരു ദർശനം ദൈവം തന്നു കാണും, ഒരു സ്വപ്നം തന്നു കാണും. അതിനുവേണ്ടി നിങ്ങൾ ക്ഷമയോടെ കാത്തിരിക്കണം. ഹബക്കൂക്കിലൂടെ ദൈവം പ്രവചിച്ചതുപോലെ ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു. അതതിൻ്റെ സമാപ്തിയിലേക്ക് ഓടുകയാണ്. ഹല്ലേലൂയ. അത് തക്ക സമയത്ത് നിങ്ങൾക്ക് വരും. നിങ്ങൾ അതുകൊണ്ട് ഭയപ്പെടേണ്ട. വാഗ്ദത്തം തന്ന ദൈവം വിശ്വസ്തനാ. അവൻ തക്ക സമയത്ത് അത് നിവർത്തിക്കും. അതിനുവേണ്ടി മനുഷ്യൻ്റെ പ്രയത്നമോ മനുഷ്യൻ്റെ ഓട്ടമോ ഒന്നും ആവശ്യമില്ല. ദൈവം തക്ക സമയത്ത് നിങ്ങളുടെ ആവശ്യങ്ങളെ തരും. നിങ്ങൾ ക്ഷമയോടുകൂടെ കാത്തിരിക്കണം. ഹല്ലേലൂയ. പലപ്പോഴും മനുഷ്യന് ക്ഷമയില്ലാതെ പോകുന്നത് തങ്ങളുടെ വാഗ്ദത്ത നിവർത്തികൾക്ക് തടസ്സമായി തീരും. ഹല്ലേലൂയ. ക്ഷമയോടെ കാത്തിരിക്കണം. എത്ര താമസിച്ചാലും എത്ര കഴിഞ്ഞാലും ദൈവം പറഞ്ഞത് അങ്ങനെ തന്നെ സംഭവിക്കും. എത്ര കാലതാമസമുണ്ടായാലും വാഗ്ദത്തം പറഞ്ഞ ദൈവം ഒരു നാളും വാക്കുമാറാത്ത ദൈവമല്ലല്ലോ. അവൻ ഹല്ലേലൂയ വാക്കുമാറാത്ത ദൈവമാ. ഹല്ലേലൂയ. അവൻ ഹല്ലേലൂയ താൻ പറഞ്ഞത് അതുപോലെ നിവർത്തിക്കും. ഇന്ന് പകൽക്കാലവും കാത്തിരിക്കുമോ? നിശ്ചയമായി നിങ്ങൾ ദൈവത്തിൻ്റെ മഹത്വത്തെ കാണും. ഇതാ 3-ാമത്തെ കാര്യം, അത് ഏറ്റവും പ്രധാനമത്രേ. ജീവിതത്തിൽ എത്ര അനുഗ്രഹം വന്നാലും
മുഴു മഹത്വവും കർത്താവിന് കൊടുക്കണം, മുഴു മഹത്വവും ദൈവത്തിന് കൊടുക്കണം. ഹല്ലേലൂയ. ദൈവമാണ് നമുക്ക് അധികാരങ്ങളെ തരുന്നത്, ദൈവമാ നമുക്ക് കഴിവ് തരുന്നത്. എന്നാൽ അതിനകത്തൊന്നും നാം പ്രശംസിപ്പാൻ, നാം ഹല്ലേലൂയ അഹങ്കരിപ്പാൻ ഇടവരരുത്. മറിച്ച് ദൈവത്തെ ആരാധിപ്പാൻ, ദൈവത്തെ സ്തുതിപ്പാൻ, ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ നാം തയ്യാറാകണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാ ഫറവോൻ ജോസഫിനെ വിളിച്ചിട്ട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. നീ എത്ര സ്വപ്നം കേട്ടാലും ഹല്ലേലൂയ അതിനെ കണ്ടാലും അതിനെ വ്യാഖ്യാനിക്കാൻ നിനക്ക് കഴിവുണ്ട്, നീ ഹല്ലേലൂയ വലിയ മിടുക്കൻ എന്നുള്ളൊരു രീതിയിൽ പ്രസൻറ്റ് ചെയ്തപ്പോൾ ഹല്ലേലൂയ ജോസഫ് തിരിച്ചു പറഞ്ഞത് ഏറ്റവും പ്രധാനമത്രേ. ഹല്ലേലൂയ. 41-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ ജോസഫ് പറയുന്നു, ഞാനല്ല, ദൈവം തന്നെ, ദൈവം തന്നെ ഫറവോന് ശുഭമായ മറുപടി നൽകും. പ്രിയരെ, ഇന്ന് പകൽക്കാലവും നമുക്കും പറയാൻ സാധിക്കുമോ? ഞാനല്ല കർത്താവേ, അങ്ങ ഇതിൻ്റെ പുറകിൽ, അങ്ങയുടെ കരമ. വലിയ മീൻപിടുത്തം കിട്ടിയപ്പോൾ ശിഷ്യന്മാർ വിളിച്ചു പറഞ്ഞത് അങ്ങനെ, ഇത് കർത്താവാകുന്നു. ഇത്ര വലിയ മീൻപിടുത്തം കിട്ടണമെങ്കിൽ ഇത് കർത്താവാകുന്നു. ഏത് നന്മയുടെയും പുറകിൽ കർത്താവാ. എല്ലാ നല്ല ദാനവും തികഞ്ഞ വരവും ഉയരത്തിൽ വെളിച്ചത്തിൻ്റെ പിതാവിൻ്റെ അടുക്കൽ നിന്ന് വരുന്നു എന്ന് ലജ്ജ കൂടാതെ ധൈര്യത്തോടെ പറയാൻ നമുക്ക് സാധിക്കണം. മുഴു മഹത്വവും കർത്താവിന് കൊടുക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെയെങ്കിൽ നിശ്ചയമായി ദൈവം നമ്മെ മാനിക്കും. ഇന്ന് പകൽക്കാലവും വിളിച്ച ദൈവം വിശ്വസ്തന, അവൻ നമ്മെ എത്തിക്കേണ്ടുന്ന സ്ഥലത്തെത്തിക്കും. ജോസഫിനെ പോലെ നമുക്ക് ഭക്തിയോടുകൂടെ ജീവിക്കാം, ജോസഫിനെ പോലെ ക്ഷമയോടെ കാത്തിരിക്കാം, ജോസഫിനെ പോലെ മുഴു മഹത്വവും കർത്താവിന് കൊടുക്കാം. നമ്മുടെ ദൈവം വിശ്വസ്തൻ, വാക്കുമാറാത്തവൻ. അവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തയേശുവിൽ ജയോത്സവമാക്കി നടത്തും. ഗോഡ് ബ്ലസ് യു. ആമേൻ, ആമേൻ, ആമേൻ.